അയ്യോ വെട്ടം വെട്ടം, ഭയങ്കര പ്രകാശം. എനിക്ക് മനസ്സിലായി ക്യാമറയുടെ വെട്ടം തുറന്നിരിക്കുവാണ്. പ്രകാശം അടിയുന്നത് ഇനി അങ്ങോട്ട് മികവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഈ വെട്ടം നിർത്തണമല്ലോ ടാസ്ക്. ക്യാമറയുടെ വെട്ടം നിർത്താനും താഴെ ചെല്ലാനും ഒക്കെ ഒരു കണ്ണ് ചെറുതായിട്ട് തുറക്കാതെ എനിക്ക് ഇവിടെ ആരും നടന്നു ചെല്ലാൻ പറ്റത്തില്ല. കൂടി ഒളിഞ്ഞു നോക്കുന്നുണ്ട് ചെറുതായിട്ട്, അല്ലെ നമുക്ക് താഴെ എത്താൻ സാധിക്കത്തില്ല. ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നത് ചെറുനാപ്പിയെ ബോറടിക്കുന്നു. എന്നെ കാണാം, എനിക്ക് ചുമ്മാ ആയിരിക്കും ബോറടിച്ച് ഞാൻ എണീറ്റ് നടക്കുമ്പോഴത്തേക്ക് ബോറടിച്ച് ഞാൻ കണ്ണടച്ച് നടക്കും. ബോറ് മാറിയോ? ബുദ്ധിയുള്ള ആക്ടിവിറ്റീസ് കാണാൻ. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്ന എക്സ്പീരിയൻസ് പിടിക്കാൻ. സ്റ്റെപ്പ് എത്തി. ആളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ കാലാകാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത സ്കില്ലാണ്. ഫോൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാമറ ഇടാന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് ഈ താഴെ ഞെക്കി ക്യാമറ ഓൺ ആക്കും. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പിടിച്ചാലേ എവിടെ ക്യാമറ കാണിക്കുന്നത് നമുക്കറിയാം. ഇതെല്ലാം മെൻ്റൽ കാൽക്കുലേഷനാണ്. ക്യാമറ ഓൺ ആയോ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് മാത്രമേ ഒരു പേടിയുള്ള ആകെ. ആൻ അവർ ലേറ്റർ നമ്മളിവിടെ ഹോളി വന്നിട്ടുണ്ട്. ഇനിയും കണി എവിടെയാണെന്ന് അങ്ങോട്ട് ചെല്ലണം. നോട്ടൊക്കെ എവിടെ ഇരിക്കുന്നത്? ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇരുട്ടാ. കഷ്ടം, ഇനി എവിടെയാണോ? വേണ്ട, ഇരുട്ടത്ത് തന്നെ അങ്ങ് നോക്കാം. അപ്പം അതിൻ്റെ പ്രകാശം വരുമ്പോൾ എല്ലാം കളറായിക്കോളും. ഓക്കേ, സെറ്റപ്പായിട്ടുണ്ട്. കൊള്ളാം. ഹോളി കൊണ്ടൊക്കെ ഉണ്ട്, കണ്ണാടിയൊക്കെ ഉണ്ട്, തേങ്ങയൊക്കെ ഉണ്ട്, കുറേ സാധനമുണ്ട്. കാശ് വിളക്ക്, കൃഷ്ണനേതാ സെറ്റപ്പ്, കയ്യിലെന്നാ ഒക്കെയാ ഇടും. അപ്പം നമ്മൾ ഐറ്റം കണ്ടു, കണ്ണ് തുറന്ന് ശരിക്കും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടേ സെറ്റപ്പില്ലായോ? സമയം നോക്കി 6:45 ഉള്ളൂ. എങ്ങനെ ഉണ്ട്? പിന്നെ ഞാൻ ഉറങ്ങാനൊന്നും പോകുന്നില്ല. ഇനി കിടന്നാൽ ഉറങ്ങത്തില്ല. സംഭവം എന്നാ പറയുക, എനിക്കവിടെ ഉറക്കമില്ല. ഇങ്ങനെ ചാടി നടക്കുക. ആർക്കറിയാം എന്നാന്ന്. സെറ്റപ്പ്. പള്ളം കാണി കാണടാ കാണി, കണ്ണൂർന്ന് കാണടാ കാണി, നേരെ നോക്കി കാണടാ കാണി, പവർ വരട്ടാ. 20 നോട്ടുണ്ട്, അതിനെ നോക്കിക്കൊണ്ടിരുന്ന സൈഡിൽ നോക്കായിരുന്നു. അതിൻ്റെ അപ്പുറമുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. 20 നോട്ട് കണ്ടാലും അതുപോലെ നിങ്ങൾ എന്നാ മികച്ച കണ്ടാലും സൈഡിൽ പിന്നെ നോക്കണം. ഞാൻ അപ്പുറം കൂടിരിക്കുന്നുണ്ടോ? നമ്മൾ ആദ്യമേ അത് കണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ ഇതുപോലെ നമ്മളൊരു മികച്ച സാധനം കാണുമ്പോൾ അതിൻ്റെ അപ്പുറം മികവുള്ള സാധനം നമ്മൾ മിസ്സായിരുന്നെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മൾ ടെക്നോളജി ചെയ്യണം. ഇല്ല, അത് കിട്ടിയപ്പോൾ ഞാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ, ഓർക്കുന്നില്ല, കൊച്ചിലായിരിക്കും. കിട്ടിയപ്പോൾ ഞാൻ പോക്കറ്റിട്ടുണ്ട്, പണം പിടിക്കാനുള്ളതാ. അങ്ങനൊന്നുമില്ല, നമ്മുടെ ബാക്കിയുള്ള പൈസയോട് മിക്സ് ആക്കും. അപ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. ഏതാണെന്ന് അറിയാതെ എല്ലാ പൈസയും കൂടി സൂക്ഷിക്കുമ്പോൾ എല്ലാം കൂടി വലുതാകത്തുള്ളൂ. വേറെ മെക്കാനിസം. നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. എന്നിട്ട് 2 പുഷപ്പൊക്കെ കഴിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ബാക്കി ദിവസമൊക്കെ നല്ലതായിട്ട് പോട്ടെ. കൊച്ചിനെ നമ്മളൊന്നും കൊണ്ടുവന്നില്ല. കൊച്ചിനെ കൊണ്ടുവന്നാൽ കൊച്ചിനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ബാക്കി കൊണ്ടുപോയാൽ കൊച്ചിന് ചുമയാ, അതാ അല്ല നമ്മൾ കൊണ്ടുവന്നേ. അതെ നോക്കേ അമ്പടാ, അത് ഹെഡ് സ്റ്റാൻഡാണ്ട് പഠിക്കുക വെള്ളത്തിൻ്റെ അടിയിലെ. ഇതൊക്കെ വരുന്ന നോക്കേ, രസമാണ്. പിന്നെ വിളിച്ചാൽ നിങ്ങൾ നമ്മളടുത്തോട്ട് വരും കേട്ടോ, ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു. ഈ വെള്ളം കാണാൻ എനിക്ക് വെള്ളത്തിനോട് എന്തോ ഒരു, എല്ലാത്തരം വെള്ളവും ഞാനൊരു വെള്ളവോളിയാണ് ഉള്ളത് പറയാനും. എന്നാ മാത്രം അരേന വന്നേ. എത്രയാ? 1 2 3 4 5 6 7 8 ഒരു 8-10 ന്യായമായിട്ട് ഉണ്ട്. അത് എത്ര കണ്ടാൽ മതി. ഇനി നമുക്ക് കുശമ്പുള്ള പഠിച്ചിട്ട് ഞാൻ പഠിക്കാം. 2 മരത്തെ കയറാം. നല്ല മരങ്ങളെ, ഒരു രസമുള്ള മരം കേട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതിനെ കയറാൻ. നമുക്ക് ചികിത്സ കേസാ, കയ്യെത്തത്തില്ലേലും അവിടെ ചാടി പിടിച്ചങ്ങ് കയറിപ്പോയാൽ മതി. ഒരു നാട്ടിൽ കൊണ്ട് ഉടനെ ഇങ്ങനെ കാണിക്കാൻ. നമ്മുടെ ഒരു മുഖം മുട്ടയിളതാന്ന് തോന്നുന്നു. എൻ്റെ കൂടെ കാണിച്ചുതരാം. ക്യാമറ കാണുകയല്ലോ കേട്ടോ. അതിൻ്റെ അകത്തുണ്ട് സമരം എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോയി അതിൻ്റെ കൂടിൻ്റെ അവിടെ പോയി ശല്യപ്പെടുന്ന മോശമാണ്. അതുകൊണ്ട് ഞാൻ പോയി കാണിച്ചു തരാം. അവിടെ ഉണ്ട്. ഇങ്ങനെ രാവിലെ ഇങ്ങനെ കാണാൻ നല്ല നല്ല കാഴ്ചകൾ കാണാം കേട്ടോ. രാവിലെ എണീക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നുണ്ട് നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നു. എനിക്ക് ഉറക്കമില്ല, തലയ്ക്കകത്ത് പെരുപ്പാ. എന്നാ എനിക്കൊരു, ഞാൻ റിട്ടയർ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് തന്നെ പെരുപ്പെന്ന് എനിക്കറിയത്തില്ല. നേരത്തെ പണ്ടവനെ പണിയെടുക്കുന്ന സമയത്ത് പെരുപ്പ് മനസ്സിലാവും. എങ്കിലും ഇപ്പോഴും ഇതിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. വെള്ളം ഭംഗിയുള്ള വെള്ളം, മീൻ കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ല, പക്ഷേ കുമ്പള കാണാം, കിളികളെ കാണാം. ഞാൻ എൻ്റെ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, നിങ്ങൾക്കൊന്നും കാണത്തില്ലല്ലേ. അടുത്ത് നിന്നാൽ പൂക്കൾ കുറവാണ്, പക്ഷെ ദൂരോട്ട് നോക്കിയാൽ ഭയങ്കര പൂക്കളാണ്. എന്ത് ടെക്നോളജിയാണ് ഇത്?
സീകളാണ്. സീകൾ കരയുന്ന കേൾക്കാവോ? സീ ഇവിടുന്ന് 6 മൈൽ എടുത്ത് സീ ഉണ്ട്. സീ ഇല്ലാത്ത സീ ഇല്ല. അവിടെ സീകളുണ്ട്. ഇവിടെ സീകൾ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഒരെണ്ണം ഒരു 1.5 കിലോ ആണ്. എങ്ങനെ ബാർബിക്ക് പിടിച്ചാൽ ഇറച്ചി കാണും. നല്ല വലിപ്പത്തിലാ. അമ്മച്ചിയുടെയാന്ന് തോന്നുന്നു. അമ്മച്ചി നടന്നു പോയി അവിടെ കൂടി നടന്നു പോകുന്നുണ്ട് അമ്മച്ചിയുടെ പട്ടിയാക്കിയാ. എവിടെ ഒരെണ്ണം നോക്കേ. അമ്പടവൻ ഒറ്റയ്ക്ക് അപ്പിയിടാൻ വന്നാ. അപ്പി എടുക്കണമെന്നായി. പട്ടിയുടെ പുറകെ പോയി അപ്പി കോരല്ല ഇവരുടെ പരിപാടി. പട്ടി നമ്മൾ അവനെ നോക്കുന്ന അവൻ കണ്ടു കേട്ടോ. ഞാൻ പറയാം ഇവനെ കിഡ്നാപ്പ് അടിക്കാൻ പാകത്തിന് പട്ടിയെന്ന്. പക്ഷെ ഞാൻ പിന്നെയും പറഞ്ഞു, ഞാൻ പട്ടി എന്ന് പറയാം ഇതിനൊക്കെ കിഡ്നാപ്പ് അടിച്ചുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കളിപ്പിച്ചുവിടാം. പട്ടി എന്ന് പറഞ്ഞാൽ 1ാം തരം ആൾശേഷം ഒരു നാടൻ പട്ടി. നല്ല കുറേയൊക്കെ കേട്ടാൽ നല്ലൊരു ഗുമ്മ് വേണം, ഇച്ചിരി കൂടെയൊക്കെ വേണം, ചെവിയൊക്കെ പൊങ്ങി നിൽക്കണം. നമ്മൾ പട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചിലോട്ട് നമ്മളതിനെ കണ്ടു പോകുന്നതായിരിക്കും. നമ്മളത് പട്ടി എന്ന് പറയുന്നത് ഇതൊക്കെ ഇഷ്ടമാണ് കളിപ്പിച്ചു. അങ്ങനെ പട്ടിക്കൂട്ടൻ ഏതാണ്ട് പുല്ലൊക്കെ അടിച്ച് എന്ന് വെച്ച് പുറകെ ഓടിപ്പോയി. എനിക്കറിയാം അമ്മച്ചിയുടെയാണ്. ഓടിപ്പോവാ അമ്മച്ചി പോകുന്നതിന്, അമ്മച്ചിയെ പിടിക്കാൻ. അതുപോട്ടെ. ഇവിടെ ഒരു മരം കണ്ടോ, അതിന് കൊമ്പൊക്കെ കണ്ടോ? നല്ല ചാടിക്കയറാൻ നല്ല പാകത്തിനൊരു മരമാണ്. നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി വെച്ച് അടുത്ത പരിപാടികളാക്കാം. നമ്മളിമ്മ എൻ്റർടൈൻമെൻറ്റ് കയറി വിടുന്നാലേ ഇവിടെ ചുമ്മാ 2 ആലക്കോ 2 ആട്ടോ ആടി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അതാണ് ഇതിൻ്റെ ടെക്നോളജി. മനസ്സിലായോ? ഇതിനകത്തൊന്നും ടെക്നോളജി ഇല്ല. നിങ്ങൾ ഉണ്ടാക്കിയ ടെക്നോളജി ഇതൊക്കെ. പൊടിഞ്ഞിട്ടില്ല. നല്ല മരം തന്നെ. കയറാൻ ചീള് കേസായിരുന്നു. ഇനി അങ്ങോട്ട് കയറാൻ എളുപ്പമാണെന്നറിയാലോ. അങ്ങനെ 15 minutes later മുടിയെ മൊത്തം കണ്ട മുടി മരം മുടിയെ പിടിക്കുമെന്ന് നമ്മൾ മരത്തെ പിടിക്കുന്നതിന്. അതുപോലെ കുറച്ച് പൊടി വീഴും. അത് മാത്രമേ എനിക്ക് ഇഷ്ടമില്ലാത്തുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി അടുത്ത ചാണ സമയമായി. ഞാൻ പോയി ചാടിയിട്ടും വരാം. ഇതൊന്നും കാണിക്കാൻ വേറെ ക്യാമറമാനെ വെക്കണം. എനിക്ക് ചാടാനുള്ളത് റെഡി എന്നാ. ആണ്ട് ഇവിടെ ഒരു ചെറിയ സൂസെറ്റപ്പിന് ഇവിടെ ഞാൻ നടന്നു വന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ നമ്മൾ പാത്തേനെ കാണുന്നത്. പേത്തണം. നിങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരുന്നു. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഓടിച്ചിട്ട് എൻ്റെ കൂട്ടുകാരനെ കടിക്കുമായിരുന്നത്. ഇച്ചിരി അഗ്രസീവാണ് സാധനം. ഇംഗ്ലീഷ് മസ്കോവിഡൊക്കെ എന്ന് പറയും. ഇവിടെ കൂടി കാണാൻ പാടായിരിക്കും അല്ലേ? തല കണ്ട ആളെ ആ സാധനത്തെ അറിയാവുന്നവർക്ക് മനസ്സിലാവും. താറാവല്ല, ഗീസല്ല, മസ്കോവിഡൊക്കെ. അത് കുറച്ചെണ്ണം അതിൽ നടപ്പുണ്ടായി. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ജീവിസൊക്കെ ഉണ്ട്. എക്സ്പ്ലോർ ആനിമൽ മാനേജ്മെൻറ്റ് കോഴ്സസ്. ആനിമൽ മാനേജ്മെൻറ്റ് ഞാൻ പണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എടുത്തേനാട്ടോ. എനിക്ക് നല്ല താല്പര്യമുള്ളതാണ്. നമുക്കറിയാലോ, അന്നൊക്കെ നമ്മൾ പൈസ എന്ന് പറഞ്ഞ് നടന്നു. ഇപ്പം തന്നെ അതുകൊണ്ട് കാണേ. ഇതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. നീയൊക്കെ അന്ന് കളിച്ച് നടന്നു. ഇപ്പം നീ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഉള്ള കാര്യം പറയാം. നിങ്ങൾ നോക്കാൻ പറയുന്നതല്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണെങ്കിലും ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് പണി എടുക്കണം. അത്രയും പണി എത്ര പെട്ടെന്ന് ചെയ്ത് തീർത്തുന്നു അത്ര നിനക്ക് നല്ലത്. പണിയെടുക്കാമെന്നൊന്നും നടക്കുകയില്ല. അതെ, പിക്നിക് ബോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. പിക്നിക് ബോട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ണുകൊണ്ട് കാണാം. അയ്യോ, കണ്ണുകൊണ്ട് കാണത്തില്ല. ഇച്ചിരി മുന്നേ ഞാൻ കണ്ടതാ, മിസ്സായിപ്പോയി. ഇപ്പോൾ നല്ല കിട്ടില്ല പാത്ത കേട്ടോ. നല്ല അതൊരു 5-10 കിലോ അല്ല. അവൻ്റെ വണ്ണം കണ്ടാലേ പാത്ത കൂട്ടനെ കാണാമോ? അത് തന്നെ നിന്നെ തന്നെ എന്നാ പറയുന്നേ? നല്ല കിട്ടില്ല പാത്ത കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല ഇത്. കനഡിയൻ ഇംഗ്ലീഷും അല്ല, നാട്ടിലത്തെ പോലത്തെ അല്ല. അത് കിട്ടില്ല കൊള്ളാം. വേറെ എന്നാ ഉള്ളത് ഇവിടെ പഠിക്കാനുള്ളത്? ഫ്ലോറിസ്ട്രി, ഹോർട്ടിക്കൾച്ചർ, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. ഞാൻ ഹോർട്ടിക്കൾച്ചർ ഞാൻ പഠിച്ചതാണ് കേട്ടോ. ചുമ്മാ അഡീഷണൽ ആയിട്ടല്ല. നമ്മുടെ കോഴ്സ് ഒന്നും നമ്മുടെ ബിസിനസ് അനലിറ്റിക്സ് ആയിരുന്നു. പ്രോഗ്രാമിംഗ് ആണ്. അയ്യാൻ നിർത്തി എന്നാ വേണ്ട. ഞാൻ ചെയ്തിട്ട് പോലും ഉള്ള കാര്യം പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല. അത് ഇഷ്ടമുള്ള പണി ചെയ്യാണ്. രണ്ടാമത്തെ പണി എല്ലാവരും മനുഷ്യരെടുക്കേണ്ടത്. അപ്പോൾ ഇഷ്ടമുള്ള പണി രസത്തോടെ എടുത്തു വിടുക. കിട്ടുക പിന്നെ ചവിട്ട് നാടകം തന്നെ നടക്കുന്നു ഇവിടെ. പിള്ളേരൊക്കെ ഓസ്കാർ. എനിക്ക് കാര്യമായിട്ട് ഒരു കാര്യം അറിയത്തില്ല. ജീവി കുതിര നമ്മുടെ നാട്ടിലില്ലല്ലോ. നാട്ടിലുണ്ടെങ്കിൽ നമ്മളങ്ങനെ അടുത്ത് ഇടവഴിയിട്ടില്ലല്ലോ. കുതിരേനെ പറ്റി കുറച്ചുകൂടി ഒന്ന് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നയിക്കാരൻ പറയാൻ നിങ്ങൾക്ക് തമാശയാണ്. ഇവിടുത്തെ കണ്ടമാനം കുറച്ച് പോസ്റ്റിക്സ് ഉണ്ട്. അവളുമാർ ഞാൻ കുറച്ച് അവളുമാരോട് കമ്പനിയൊക്കെ ഉണ്ട്. അവളുമാർക്ക് കുതിര ഇതിൻ്റെ ആക്ടിവിറ്റി പൈസക്കാരുടെ ആക്ടിവിറ്റി എന്നാണെന്നറിയാം. ഗോൾഫ്, കുതിര, ഇങ്ങനെ കുറച്ച് അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നമ്മളെല്ലാ ലൈഫ് സ്റ്റൈലും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുമല്ലോ. അതൊക്കെ പിടി വേണമെങ്കിൽ കാണിച്ചു തരാം. അവിടെ ഒരു മുസ്കോവിഡൊക്കെ ഇരിപ്പുണ്ട്. അതിരാവിലെ ആയിട്ടേ ഉള്ളൂ, ഉറക്കമായില്ല. മുസ്കോവിഡൊക്കെ അറിയാത്തവർക്ക് ഞാൻ അടുത്ത് കാണിച്ചു തരാം. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലതായിട്ട് കുഞ്ഞിനെ നോക്കും, തന്നെ ഒരുന്നേ ഇരിക്കും. നല്ല ഒന്നാന്തരമായിട്ട് കുഞ്ഞിനെ നോക്കും. നല്ല കാര്യപ്രാപ്തിയുള്ളൊരു ജീവിയായത്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. സാറ് മനസ്സിലായോ? നല്ലൊരു മുസ്കോവിഡക്കിൻ്റെ പെടയായിരിക്കുന്നത്. നല്ല ഒന്നാന്തരം ഒരു പെടയായിരിക്കുന്നത്. പൂവനാണെങ്കിൽ അതിൻ്റെ പൂ ഭയങ്കരമാണ്. മുസ്കോവിഡക്കിനെ ഇച്ചിരി വലിപ്പം വരും. കനമുണ്ട് ഈ സാധനത്തിന് കേട്ടോ. പറക്കുകയും ചെയ്യും. പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു ജീവിയാണ് എന്ന് പറഞ്ഞാൽ. അങ്ങനല്ല, കാര്യപ്രാപ്തി, നല്ല കാര്യപ്രാപ്തിയാണ് എനിക്ക് ഇഷ്ടമുള്ള ജീവിയാണ്. സ്വന്തം കാര്യം നോക്കാൻ എല്ലാവരും എനിക്ക് റെസ്പെക്റ്റാണ്. ആണ്ടേ വലിയ കൂടാരമൊക്കെ ഉണ്ടാക്കി ജുറാസിക് പാർക്കിനകത്തെ പറന്നു പോകുന്ന ആ സാധനത്തിനെ പോലെ പൂശി വെച്ചേക്കുക. 2 പാനൻ കോഴിയുണ്ട് അതിനകത്ത്. പാനൻ കോഴി നമ്മുടെ നാട്ടിൽ പറഞ്ഞത്. അതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ സയൻറ്റിഫിക് നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്.
കോഴിയുടെ സയൻറ്റിഫിക് നെയിം അറിയാവോ? എനിക്ക് അറിയത്തില്ല, ഞാൻ പഠിക്കുന്നുണ്ട്. നിങ്ങൾ വേണം തന്നെ സെർച്ച് ചെയ്ത് പഠിച്ചോ. ഇച്ചിരിയിലും പണി എടുക്കണമല്ലോ. അതെ, പട്ടിക്കുട്ടന്മാർ രസിച്ച് കളിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നല്ല ഒന്നാം തരം പൂക്കളെ ഏതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചത്. നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്ത് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു കേട്ടോ. ഇനി ഞാൻ കുറച്ച് വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാം. ചേച്ചി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ ഭക്ഷണം കഴിച്ചു കൂടാ. അതെ, പാവം ചേച്ചി. നമ്മൾ വിഷമമുള്ളൊരു കാഴ്ച കണ്ടു. പക്ഷേ വലിയ വിഷമമൊന്നുമില്ല. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് പാർക്കിൽ. പക്ഷേ മുഴുവൻ നേരം അവൻ്റെ കൂടെ ഓടാൻ പറ്റുമല്ലോ. അവൻ്റെ ഓണർ അവിടെ കൊച്ചുണ്ടായിരിക്കും, കൊച്ചിനെ കൊണ്ട് അവിടെ കളിക്കാൻ പോയതായിരിക്കും. പട്ടിക്കൂടെ നോക്കി നിൽക്കുമോ, കരയുമോ അവനെ കൂടി കളിപ്പിക്കാനായിട്ട്. പക്ഷേ എനിക്ക് കാര്യം അറിയാം. അവനോട് ഒരു കണ്ടമാനം നേരം കളിച്ചു. എന്നിട്ട് കുറച്ച് നേരം കൊച്ചിനെ കളിപ്പിക്കണ്ടായോ? അതാണ് സത്യം. അപ്പോൾ പട്ടിയൊന്ന് കൂട്ടിയിടണ്ട. എല്ലാം കൂടി എങ്ങനെ നോക്കുന്നു? ഒരാളല്ലേ ഉള്ളൂ, അതാ സംഭവം. അങ്ങനെയൊക്കെ ആയിരുന്നു. കൊച്ചുകൂടി വരുന്നു. അത് കിട്ടില്ല കേട്ടോ. അത് കിട്ടില്ല. നമുക്ക് കുറച്ച് സന്തോഷമായി. ഒന്നും പറയാനോ കാണിക്കാനോ അല്ല, ചുമ്മാ ഒച്ച ഏൽപ്പിക്കാൻ വേണ്ടി അടുത്തതാ. കേൾക്കാവോ? ഒന്നും ചെയ്യാനില്ല, ഒരു പോസിറ്റിവിറ്റി ഇല്ല, ചുമ്മാ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഇരിക്കുമെന്ന് വെച്ചു. അപ്പോൾ ചുമ്മാ ഇറങ്ങി ഒന്ന് നടന്നാൽ മതി, നിങ്ങൾക്ക് തന്നെ പോസിറ്റിവിറ്റി വരും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചാർജ് ചെയ്യുന്നത്. ഇതൊക്കെ അറിയത്തില്ല. നീയൊക്കെ എന്നാ മണ്ടറ അടുത്ത്, നീയൊക്കെ എന്നാ എൻ്റെ അടുത്ത് ചോദിക്കും, നിന്നെ കള്ളാണോ അഞ്ചാവണോ? നീ എന്നെ പൊട്ടന്മാരാ നീ. ഓക്കെ, ഇവിടെ ഏത് പാർക്ക് ഇങ്ങനെ വരുന്നത്? അങ്ങനെ വെള്ളത്തിലോട്ട് കാണി കിടക്കണം. അങ്ങനത്തെ ഒരു ഐറ്റം കാണും. നല്ല താറാവ് കാണും, വെള്ളം അനങ്ങുന്നതാണ്. കിട്ടില്ല ഒരു പാലം കാണും. വെള്ളത്തിലത് വെട്ടം അടിച്ചിട്ട് ഈ താറാവിൻ്റെ കഴുത്താലും നമ്മുടെ കുട്ടനാട് അതേ താറാവ് കേട്ടോ. അതിൻ്റെ കഴുത്തൊക്കെ തിളങ്ങുന്നുണ്ട. ഏതാ ട്രിപ്പെന്നറിയാമോ? അറിയത്തില്ല. പലതും പല ട്രിപ്പാണ്. ഒരുക്കുന്ന ട്രിപ്പ് നല്ല ഒരുക്കുന്ന ട്രിപ്പ് അഴുക്കൊന്നും പറയാൻ പറ്റില്ല. ശരിയാണ്, നല്ല രസമുണ്ട്, അത്രേ ഉള്ളൂ. ട്രിപ്പ് ഒന്നും ആവശ്യമില്ല, ചുമ്മാ ഇരുന്ന് കണ്ടാൽ നല്ല രസമുണ്ട്. ഏതേ ഓക്കെ. പിന്നല്ല എന്നാ നോക്കുന്നേ? ഞങ്ങളെ കാര്യം നോക്കും, നീ ഓടാവില്ലേ പറയുന്നേ. അതാണ്ടേ അവൻ നല്ല രീതിയിൽ കാര്യം നോക്കിയിട്ടുണ്ട്. ഒരുത്തിയ കൂടെ ഉണ്ട്. അത് ശരി. നമ്മുടെ ഡക്ക് കണ്ടിരാത്ത പോലെ മേളിൽ കൂടി പറന്നാ പോകുന്ന കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞു. ഇവിടെ ഈ താറാവ് പറക്കും. കണ്ടാൽ കുട്ടനാട താറാവ് തന്നെ, പക്ഷേ ഇത് പറക്കും നല്ല രീതിക്ക്. തോക്ക കൊണ്ടാ വെടിയില്ല. ഒരച്ചാൻ നമ്മളെ നോക്കും, നമ്മൾ തന്നെ ചെയ്യുന്നത്. നല്ലൊരു പാലം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഐലൻഡ് പോലെ. അവിടെ ഒരു വെള്ളമുണ്ട്. ഇപ്പറേ എങ്ങനെ ഉണ്ടേ? രസമുണ്ട്. സീകൾ കിടക്കുന്ന സീകളാണ് കേട്ടോ. ആണോ? അതാണ് സീകളെ. അവൻ്റെ ആ മനോഹരമായ ഓറയടിച്ചങ്ങ് തിളങ്ങുക. ദൂരെ ഒരു വൃത്തിയുടെ സാധനമില്ല. എനിക്കതിനെ ഇഷ്ടമല്ലോ. ഒച്ചയൊക്കെ കേൾക്കണം രീതി. അച്ചായൻ്റെ ആരോ മരിച്ചതിൻ്റെ റീത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അച്ചായൻ ഇച്ചിരി റെസ്പെക്ട് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് ഇച്ചിരി റെസ്പെക്റ്റോടെ നടക്കാം. ആണേ, ഒരു അപ്പച്ചനും പട്ടി ഇവിടെ പോകുന്നു. ഞാൻ മരം കണ്ടു. ഈ മരം കണ്ട എനിക്കകത്ത് കയറി വെള്ളത്തിനകത്തോട് ചാടണം. അപ്പി വെള്ളമുണ്ട്, എനിക്ക് അത് കയറി വെള്ളത്തിൽ ചാടണമെന്നൊക്കെ എൻ്റെ ആഗ്രഹങ്ങളെ. പക്ഷെ എന്നെ ഞാൻ ഇത് റെസ്പെക്ട് ചെയ്യുന്ന സ്ഥലമായി പോയി. ഓരോരുത്തരും അതിൻ്റെ ഇത് കൊടുക്കണമല്ലോ. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തില്ല. മര്യാദകളാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ മെയിൻ പോയിന്റ് എപ്പോഴും അറിയാലോ, അന്യൻ്റെ ഫ്രീഡത്തിൽ നമ്മൾ തലയിട്ട് ഉണ്ടാക്കി ശല്യം ഉണ്ടാക്കാതെ അത്ര പോലെ നമ്മൾ ചെയ്തെല്ലാം ശരിയാണെന്നാണ് പറഞ്ഞത്. ഇനി ചേരത്തിന് നാട്ടിൽ ഇപ്പോൾ കുറച്ച് കടികഷ്ണമൊക്കെ തന്നെ തിന്നണം. ഏതേ അണ്ണാരക്കണ്ണനെ കാണാൻ അതിനിതാ അണ്ണാരക്കണ്ട വലിപ്പം കാണാമോ? ഞാൻ എന്നൊരു കുഞ്ഞിനെ കണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നടക്കാൻ പോയത്. ഏതാ പാവം കുഞ്ഞെ ഞാൻ വിചാരിച്ച് എടുത്തുകൊണ്ട് പോയാലോന്ന്, വളർത്താൻ നാട്ടിലെ പോലെ. പിന്നെ ഞാൻ ഓർത്തു ഞാൻ ഇതുപോലെ നടക്കുമല്ലേ, ബാക്കിയുള്ളവനെ കൊണ്ട് അതിനെ നോക്കിക്കേണ്ടി വരും, അവർക്ക് ശല്യം വേണ്ടെന്ന് വിചാരിച്ചെടുക്കാൻ. ഞാൻ അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ ചാകാനും 50-50 ചാൻസാണ്. തന്നെ ജീവിക്കാൻ ഫുൾ ചാൻസാണ് ഞാൻ വിടും കേട്ടോ. അപ്പോൾ നമ്മളതിനെ എടുത്തില്ല. അത് നല്ലതായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെ കാണുമ്പോൾ ഒരു ഓടി ചാടി നടക്കട്ടെ. വാ നമ്മുടെ പബ്ജിക്കകത്ത് സാനോക്കും പൊച്ചിങ്കിയൊക്കെ മാപ്പ് മാറുന്ന പോലെ ഓരോരോ സ്ഥലത്തോട്ട് മാറുമ്പോൾ കേട്ടോ. പക്ഷെ എല്ലാമെങ്കിലും ഒരു സാനോക്കിൻ്റെ ടച്ച് എങ്കിലും എന്നാ ഈ വായുവൊക്കെ അങ്ങോട്ട് ശ്വസിക്കണം. എല്ലാ മനുഷ്യന്മാർക്കും ഇത് കിട്ടും. ഇത് നീ കിട്ടിയില്ല, നിനക്ക് മനുഷ്യനല്ല, നിനക്ക് എന്തോ കുഴപ്പമുണ്ടായി. ചുമ്മാ ഇരിക്കുന്ന നേരം ശരീരം അനങ്ങുക, ഇങ്ങനെ നേച്ചറിലൂടെ ഒന്ന് നടക്കുക, കാഴ്ചകൾ കാണുക. അല്ലാതെ നീ വീട്ടിലിരുന്ന് തുണ്ട് കണ്ട് വാണം വിട്ടാൽ പെട്ടെന്നൊന്ന് തല പൊങ്ങി താഴും. ആ താഴ്ച അതിൻ്റെ അപ്പുറത്തെ താഴ്ചയായിരിക്കും താഴുന്നത്. ഇങ്ങനെ നടന്നിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ ഇച്ചിരി ആരോഗ്യത്തിന് ഇച്ചിരി ക്ഷീണമുണ്ടോ, ചായ കുടിച്ചിരിക്കുക. ഇങ്ങനെ നല്ല നമ്മുടെ ഇത് പൊങ്ങി തന്നെ ഇരിക്കും. ഈ മരത്തിനെ കാണാൻ ഇത് ഇങ്ങനെ പിടിക്കാം. പിന്നെ നമ്മളെ താങ്ങാനുള്ള ആരോഗ്യമുണ്ട്. ഇങ്ങനെ പിടിക്കാം. ഒരു നല്ല മരം കേട്ടോ. അങ്ങ് മേളിൽ ചെന്നിട്ട് പൈൻ്റെ ഒരു ഇതാ ടച്ചായിന് ഇങ്ങനത്തെ ഇലകൾ നോക്കേ. പക്ഷെ അങ്ങനത്തെ മരവേ അല്ല, വേറെ ഒരു അതേ അത് ഞാൻ വേറെ ഏത് കേട്ടോ. ഇങ്ങനെ പിരിഞ്ഞാണ് കയറിപ്പോയിരിക്കുന്നത്. ഞാൻ പറയാൻ വന്നതേ, മരത്തെ കയറിയാൽ നല്ല സുഖം കിട്ടും. നീ വലിയ പരിപാടി കളിക്കുന്നത് സിമ്പിൾ മരത്തെ കയറി, ഇതൊക്കെ 1ാം ക്ലാസ്സിൽ ചെയ്യേണ്ട പരിപാടിയാണ്. നീ ചെയ്യുമായിരുന്നോ? പിന്നെ വിട്ട് കളഞ്ഞില്ലേ? അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന 1ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പവർ കളക്കാമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ പറയും
നിനക്ക് ആരോഗ്യം ഉണ്ടായി അങ്ങനെയൊക്കെ. അത് ആരോഗ്യം എങ്ങനെ വന്നത്, എങ്ങനെ മരത്തേക്ക് കിടന്നിട്ട് എനിക്ക് ആരോഗ്യം വന്നത്. ഇത് ചെയ്യാൻ പറ്റത്തില്ല, കുരങ്ങനെ പറ്റൂടാ, കുരങ്ങനെ എന്നെ കൊണ്ട് എന്നാത്തിന് കൊള്ളാമെന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അവൻ വലിയ കുണ ഉണ്ടാക്കാൻ നടക്കുന്നു. ഈ മരത്തേക്കാരൻ ആരോഗ്യത്തന്നെ കണ്ട മരത്തേക്കറി കാച്ചാൻ നടക്കുന്നവൻ. ആദ്യം മരത്തേ കയറാം, എന്നാലേ മരത്തേക്കറി കാച്ചാൻ പറ്റുള്ളൂ. നമ്മളതുപോലെ എത്ര അതിൻ്റെ കഥയൊക്കെ ഞാൻ ഇവിടെ ഒരു ആൾക്കാർ കാണുന്നതല്ലേ. ഞാൻ പറയുന്നില്ല, ഇങ്ങനെ നടന്നാൽ മതി, എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ വന്ന് ചേരുമെന്ന് ഞാൻ പറയുന്നത്. പ്രകാശം പറക്കട്ടെ. നല്ലൊരു സ്ഥലം. അതുണ്ടോ ബ്രെഡും കഷ്ണമൊക്കെ അണ്ണാനും കിളിയൊക്കെ തിന്നായിട്ട് കൊടുത്തേക്കുക. ഇവിടെ നല്ലൊരു ഡാഷ്, പക്ഷെ ഡാഷിന് വലിപ്പമുണ്ട്. കൊള്ളാം. സൂര്യനിതാ മച്ചാലേ സൂര്യൻ എന്നാ സൂര്യഭഗവാൻ വന്നു എന്നാ പറയുന്നത്. അവനെനിക്ക് ഇഷ്ടമാണ് കേട്ടോ, നല്ലൊരു പോസിറ്റിവിറ്റി ആണ്. കണ്ടോ ആക്സിഡൻറ്റ് കേട്ടോ, പറയുന്ന പകുതി മുക്കാലും മനസ്സിലാകത്തില്ല, ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എനിക്കെല്ലാം കിട്ടുന്നതാണ് പെട്ടെന്ന്. ആണ്ടേ ഇവിടെയാണ് നമ്മൾ കേട്ടോ, ഇപ്പോൾ ലോസ്റ്റ് വില്ലേജ് ഓഫ് ഈസ്റ്റ് മാർട്ടൻ. അതാ മാർട്ടൻ റോഡെന്ന്. ഇതാണ്ടേ ഓല മേഞ്ഞ വീട് എങ്ങനെ ഉണ്ട്, കല്ലുവാകുന്നു. അതെ ഈ സാധനം നമ്മൾ കുറച്ച് മുന്നേ കണ്ടതപ്പം. ജോർജ് സർക്യൂട്ട്. ഓക്കെ നോക്കേ ജോർജ് സർക്യൂട്ട്. ജോർജ് ക്യൂട്ടെന്നാണ്ട് ആരണ്ട പേരാ അതെ. ഞാൻ വിചാരിച്ചു വട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നത് ജോർജ് സർക്യൂട്ട്. ഓ ഞാനൊരു മണ്ടരാന്നേ. ഡാഗിനി ഇതാ ഞാൻ വരാം. ഡാഗിനി കുട്ടൂസിനെ കണ്ട ഞാൻ ഒരു റീസ പഠിച്ചിട്ടേ വരുന്നുള്ളൂ. അവിടെ കുണ്ടത്തിൽ ഞാൻ പണി പിന്നല്ലേ. ഈ ചുമ്മാ നടക്കുമ്പോൾ രണ്ട് അവരാൻ പറഞ്ഞ വേറെ കൊള്ളാം, മരം കൊള്ളാം. വേറെ എന്നാ അയ്യോ പൊളിഞ്ഞാൽ കിടക്കും കേട്ടോ. നല്ല പ്രായമായ സ്പോഞ്ച് പോലെ ആയിരിക്കുന്നു എൻ്റെ തടിയെ. കണ്ടോ കുറ്റിയുടെ ആത്തൂടിയൊക്കെ വളർന്നു വന്നേക്കുന്നത്. എത്ര കാലമായിട്ട് നിൽക്കുന്നതാന്ന് ഓർക്കണേ. അപ്പം കുറ്റിയുടെ ആത്തൂടിയൊക്കെ വളർന്നു വന്നേ. അകത്തെടാ സത്യത്തിലുണ്ടാകുനി എടാ, അകത്ത് തീയും കത്തിയിട്ടുണ്ടല്ലോടാ. ഓ കൂടോത്രം അടുത്തുനിന്ന് മാറാം. കണ്ട ചുമ്മാ ഇവിടെ പാർക്കെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല കണ്ടില്ലേ മൊത്തം ഈ പാർക്കിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളാണ്. ഇത് നമ്മൾ ചുമ്മാ പുല്ല് വളർന്നല്ല, ഒരു കഷ്ടപ്പെട്ട് ഉഴുത് പറിച്ചിട്ടെ. ഇന്നലെ മറ്റേ മെഷീൻ ഇങ്ങനെ പൊങ്ങുന്ന റോബോട്ട് മെഷീൻ വെട്ടുന്നൊക്കെ അല്ലേ, അങ്ങനെ നല്ല രീതിക്ക് പണിതിട്ടാണ് കിടക്കുന്നത്. കാണാൻ നല്ല രസമാണ്. നമ്മളവിടെ കാര്യമാണ് ചുമ്മാ ഇന്നിങ്ങനെ ഒന്ന് ഇറങ്ങി നടക്കാൻ ഒരു സ്ഥലമില്ല. അന്ന് നീയൊക്കെ പറയും അതേ ഞാൻ കണ്ടെത്തി പോയി ഇങ്ങനെ നടക്കും. പാമ്പുണ്ടായിരിക്കും ഇവിടെ, പാമ്പിലെന്നേ ഉള്ളൂ. അയ്യോ ചേട്ടായി വിളിക്കുന്നു ഭക്ഷണം കഴിക്കാൻ. ഞാൻ വരുക. ഓക്കെ ഞാൻ പോവാ കേട്ടോ. ഏതാ വണ്ടിയൊക്കെ മോനെ ഇവിടെ ചുമ്മാ ഒന്ന് വട്ടം നോക്കിയാ അത് പിന്നെ പൈസയുള്ള നാട്ടിൽ പൈസയുള്ള വണ്ടികൾ വരുമല്ലോ, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇതാണെങ്കിൽ ഇതിനകത്ത് എന്തായിരിക്കും? ഗസ് ചെയ്യൂ. റൈറ്റ് ആൻസർ ഇതാണ് ന്യൂ കാസിൽ അപ്പോൺ ടൈം. അത് തന്നെ. അതുകൊണ്ട് നമ്മൾ പിന്നെ സാധനം വാങ്ങിക്കാൻ മോർഫിന് വന്നിട്ടുണ്ട്. നമ്മളെല്ലാ ദിവസവും ഭയങ്കരമായിട്ട് സാധനം തീരുവാണ്ട് സാധനം വാങ്ങിക്കണം. ഇന്ന് നമ്മൾ സ്കോട്ട്ലൻഡിൽ നിന്നുള്ള 2 സാധനം, റഷ്യ എന്നുള്ള 1 സാധനം, ജമൈക്ക എന്നുള്ള 1 സാധനം. എല്ലാം എന്നാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതൊക്കെയാണ് നമ്മളൊക്കെ ഇന്ന് വാങ്ങിക്കാനുള്ളത്. എന്നാ ബെല്ലോ അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞത് എന്നാ മരത്തില്ല. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചേച്ച് വീട്ടിൽ പോവാം. കഴിക്കണമല്ലോ എന്നെയല്ലേ. അതെ എന്തായാലും കുടിച്ചും വെള്ളം കുടിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത്.